തിരുനെൽവേലിയിൽ വയോധിക കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം നെയ്യാർ ഡാം സ്വദേശിനി ത്രേസിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 60-കാരി പീഡനത്തിനിരയായി എന്നാണ് സംശയം. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, നമുക്ക് രാവിലെ തുടങ്ങുമ്പോൾ നല്ല വാർത്തകൾ വെച്ച് തുടങ്ങണം എന്നൊക്കെയാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാതിരിക്കാനും സാധിക്കില്ല. 60-കാരി പീഡനത്തിനിടെ മരിച്ചു എന്നാണോ? എന്തായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത്? രാഹി, നെയ്യാർ ഡാം, അതായത് തിരുവനന്തപുരം നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ക്രൈം നമ്പർ 704/25 കേരള പോലീസ് ആക്ടിൽ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്ന, അതായത് കാണാനില്ല എന്ന ഇതിൽ രജിസ്റ്റർ ചെയ്തിരുന്ന 60 വയസ്സുള്ള ത്രേസിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്ക് അടുത്തുള്ള ഹൈവേ റോഡിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അവരെ കാണാനില്ല എന്നുള്ള തരത്തിലായിരുന്നു ഒരു പരാതി നിലനിന്നിരുന്നത്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവരെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ കൊല ചെയ്ത് ഇട്ടിരുന്ന ആളിൻ്റെ പേര് എന്ന് പറയുന്നത് ലിബിൻ രാജ്, വിമൽ രാജ്, അമൽ രാജ് എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഒരാളാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കപ്പെടുന്നത്. ഇയാൾ ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം 14-ാം തീയതിയാണ് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട് പാലയക്കോണം സെൻട്രൽ ജയിലിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ വയോധിക ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഒരു തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ വീണ്ടും ഒരു കൊലപാതകം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം വലിയ സങ്കടകരം തന്നെയാണ്. രാഹി, അഖില, അപ്പോൾ അതായത് നെയ്യാർ ഡാമിൽ നിന്ന് നെയ്യാർ ഡാം പരിസരത്ത് നിന്ന് കാണാതെയായ വയോധികയെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണല്ലേ? ഈ പ്രതിക്ക് 2-3 പേരുണ്ട് എന്ന് അഖിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണോ? പോലീസ് ഇത് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ അഖിൽ? നിലവിൽ നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ കാണാനില്ല എന്നുള്ള തരത്തിൽ മാൻ മിസ്സിംഗ് കേസായിരുന്നു രജിസ്റ്റർ ചെയ്യുന്നത്. കേരള പോലീസ് ആക്ട് പ്രകാരം മാൻ മിസ്സിംഗ് കേസായിരുന്നു രജിസ്റ്റർ ചെയ്യുന്നത്. ആ അന്വേഷണത്തിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇവരുടെ മൃതദേഹം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പുള്ളി എന്ന് പറയുന്നത് സെൽവൻ എൻ്റെ മകനാണ്. സുനാമി കോളനി, മണൽക്കുടിത്തുറ, കന്യാകുമാരി ജില്ല, അതായത് കന്യാകുമാരി ജില്ലയിലെ ഒരു സ്വദേശി കൂടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ ഈ കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഒരു സംശയമുണ്ട്. കുറച്ചുകൂടി വ്യക്തത ആ കാര്യത്തിൽ വരാനുണ്ട്. എന്തായാലും പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിയെ പോലീസ് റിമാൻഡും ചെയ്തിട്ടുണ്ട്. പുള്ളി തമിഴ്നാട്ടിലെ തന്നെ പാലയക്കോണത്തുള്ള സെൻട്രൽ ജയിലിലാണ് നിലവിൽ ഉള്ളത്. രാഹി, ശരി അഖിൽ, തിരുനെൽവേലിയിൽ വയോധിക കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. തിരുവനന്തപുരം നെയ്യാർ ഡാം സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടത്, ത്രേസ്യ. സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 60-കാരിയാണ്. ഈ ത്രേസ്യ പീഡനത്തിനിരയായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. ചില സംശയങ്ങൾ ഉണ്ട് താനും. എന്തായാലും നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. അഖിൽ പാലോട്ടുമടമാണ് വാർത്തയുടെ വിശദാംശം തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.